നമസ്കാരം. എൻ്റെ പേര് ആർ ഗൗരാൻ. നീറ്റ് 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് എൻ്റെ ബ്രില്യൻറ്റിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച സമയത്ത് ഞാനും എൻ്റെ ഫാമിലിയും കുറേ ആൾക്കാരോട് ഒപ്പീനിയൻ ചോദിച്ചു, ഏത് കോച്ചിങ് സെൻ്ററൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ബ്രില്യൻറ്റ് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഞങ്ങൾ വിചാരിക്കണ്ടായിരുന്നു ബ്രില്യൻറ്റ് ഇത്ര വലിയ സെൻ്ററാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാലയാണ്, അപ്പം നല്ല ദൂരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ നല്ല പേര് കേട്ടൊക്കെ സെന്റർ ആയതുകൊണ്ട് ഫീസും കുറെ ഉണ്ടാവും. അപ്പൊ അത് നടക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്തായിരുന്നു വേറൊരാളുടെ ത്രൂ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ അടുത്ത് കൊല്ലം ബ്രാഞ്ച് ഉണ്ട് ബ്രില്യന്റിന്റെ. പിന്നെ അത് മാത്രമല്ല, അവര് 12th പ്രീവിയസ് നീറ്റിന്റെ മാർക്ക് ബേസ് ചെയ്തും സ്കോളർഷിപ്പും ഓഫർ ചെയ്യുന്നുള്ളത്. അപ്പോ അത് കേട്ടിട്ട് എന്റെ പാരന്റ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാം സ്കോളർഷിപ്പ് കാരണം. പിന്നെ അത് മാത്രമല്ല, കൊല്ലം തന്നെ കിട്ടിയത് കൊണ്ട് പാലയിൽ കുറെ ദൂരത്തേക്കൊക്കെ ഒന്നും പോകേണ്ടി വന്നില്ല. ഡേ സ്കോളർ ആയിട്ട് തന്നെ എനിക്കിവിടെ എന്നും പോയി വന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് ഒരു ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ ആസ് ഫാർ ആസ് ദ ആക്ച്വൽ ക്ലാസ്സസ് ആർ കൺസേൺഡ്, എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൽ നന്നായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രില്യൻറ്റിലുള്ള ആ എൻവയൺമെന്റ്. ഇപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ, അവർക്ക് ആ പഠിപ്പിക്കുന്ന കാര്യമല്ലാതെ അതിന്റെ എക്സ്ട്രാ കുറെ അറിയാം. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ഡൗട്ട് ചോദിച്ചാലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, മോർ ഇമ്പോർട്ടൻ്റ്ലി, അവർ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾക്ക് ക്ലിയർലി മനസ്സിലാവും. അവര് ആ സബ്ജക്റ്റിനോട് പാഷനേറ്റ് ആയിട്ടാണ് പഠിപ്പിക്കണമെന്ന്. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സസ് കേൾക്കുമ്പോൾ നമ്മൾക്ക് നാച്ചുറലി പഠിക്കാൻ തോന്നും, പിന്നെ ഡൗട്ട് ചോദിക്കാനും തോന്നും. പിന്നെ ഈ എൻവയൺമെന്റിൽ ടീച്ചേഴ്സ് അല്ലാതെ നമ്മുടെ കൂടെ വരുന്ന സ്റ്റുഡൻസും ആ എൻവയൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ബ്രില്യൻറ്റിൽ മിക്കവാറും ഓൾറെഡി നന്നായി പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കുറെ അറിയണം എന്നുള്ളൊരു ആകാംക്ഷയിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈവൻ ഇൻ ദ ബ്രേക്സ് എന്ന് വെച്ചാൽ ലെക്ചേഴ്സ് നടക്കാത്ത സമയത്ത് ബ്രേക്കുള്ള സമയം തന്നെ സ്റ്റുഡൻസ് സ്വയം തമ്മിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. ഞങ്ങളുടെ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. NCERT-യിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന കോൺസെപ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും, എത്ര ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതും ഒരു നല്ല കോമ്പറ്റീറ്റീവ്, ഒരു ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് എൻവയൺമെന്റ് ആയിരുന്നു. പിന്നെ എൻവയൺമെന്റ് കഴിഞ്ഞാൽ ഐ തിങ്ക് ബ്രില്യൻറ്റിന്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ആണ്. നമ്മൾ നീറ്റിന് തുടക്കത്തിൽ പഠിക്കാൻ പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നല്ലോണം പഠിക്കും, എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ. പക്ഷേ ഈ ബ്രില്യൻറ്റിൽ തന്നെ വി സി സോ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇവൻച്വലി ആ പേടിയൊക്കെ മാറി കിട്ടും. ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മെറ്റീരിയൽസിലും എക്സാംസിലും. ഈസി, മീഡിയം, ഹാർഡ്, അല്ലെങ്കിൽ ഈവൻ നീറ്റിൽ വരുന്നതിനെക്കാട്ടിലും ഒരു ലെവൽ ഹൈയും കൂടി ബ്രില്യൻറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ യൂസ്ഡ് ആവും ആ ക്വസ്റ്റ്യൻസിനോട്. പിന്നെ നമ്മൾ മെറ്റീരിയൽസിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, എക്സാംസ്, ഇതൊക്കെ കൂട്ടിയാൽ തന്നെ നമ്പർ എത്രയോ ക്രോസ് ചെയ്യും. അപ്പൊ അതിൽ തന്നെ നമ്മൾക്ക് നല്ല എക്സ്പീരിയൻസ് ആവും. മെറ്റീരിയൽസും ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, ക്വസ്റ്റ്യൻസും നല്ല ലെവല്, നല്ല തിങ്കിങ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആവും. പിന്നെ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ അത് റീഎൻഫോഴ്സ് ആവും. പിന്നെ ബ്രില്യൻറ്റിന്റെ ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള കോമ്പറ്റീഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ, ബ്രില്യൻറ്റിലുള്ള സ്റ്റുഡൻസ് ആണ് ബേസിക്കലി കേരളത്തിന്റെ കോമ്പറ്റീഷൻ. അപ്പൊ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വലിയ എക്സാംസിലൊക്കെ നമ്മുടെ റാങ്ക് 10,000, 20,000-ത്തിലൊക്കെയാണ് വരിക. അപ്പൊ ആ സമയം നമ്മൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നു. ബ്രില്യൻറ്റിന്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്, ക്ലാസ് ടീച്ചർ ഉണ്ട്, സെന്റർ ഹെഡ് ഉണ്ട്, ഇവരൊക്കെ ഭയങ്കര നല്ല സപ്പോർട്ടാണ്. നമ്മൾക്ക് ടെൻഷനോ ആൻസൈറ്റിയോ തോന്നുകയാണെങ്കിൽ നമ്മുടെ കാര്യം പോയിട്ട് അവരോട് പ്രസന്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറെ പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും, നിങ്ങൾ മണിക്കൂർ കണക്കിന് പഠിക്കുന്നുണ്ടാവും, പക്ഷെ മാർക്കിൽ വരുന്നുണ്ടാവില്ല. അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഫേർട്ട് ഇടണ്ടെങ്കിലും ആ എഫേർട്ട് കറക്റ്റ് ഡിറക്ഷനിലേക്ക് ഡിറക്റ്റഡ് അല്ല. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ക്ലാസ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടറിനോടൊക്കെ പോയി സംസാരിച്ച് നമ്മുടെ പ്രശ്നം ഓണസ്റ്റ്ലി പറയാം. പിന്നെ നിങ്ങൾ ഈ പ്രോപ്പറായ എഫേർട്ട് ഇട്ടിട്ട് അത് കറക്റ്റ് ഡിറക്ഷനിലായിട്ട് എല്ലാ മെറ്റീരിയൽസും പ്രോപ്പർലി യൂസ് ചെയ്ത് എഫേർട്ട് കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റ് ആയി ഈ 1 വർഷമോ 2 വർഷമോ പ്രോപ്പർലി ഇട്ടാൽ നിങ്ങൾക്ക് എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്ത് ഡോക്ടർ ആവാൻ പറ്റും. അപ്പോൾ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ താങ്കിങ് ബ്രില്യൻറ്റ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.